അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം ബഹുമാനപ്പെട്ട അൽ കമാൽ ഇബ്നു ഹുമാം റളിയല്ലാഹു അൻഹു അവിടെ എത്തുകയാണ്. ബഹുമാനപ്പെട്ടവർ അവിടെ വെച്ച് ധാരാളം ഖുർആൻ ഓതുകയും ദിക്റുകൾ ചൊല്ലുകയും ദുആരക്കുകയും ഒക്കെ ചെയ്തു. കാരണം മഹാന്മാരുടെ മക്ബറ അവിടെ ഇരുന്ന് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിൻ്റെ മസാറൊക്കെ, അവിടുത്തെ ആ മക്ബറൊക്കെ വലിയ ബർക്കത്തുള്ള മക്ബറയാണ്. അവിടെ എത്രയോ ആൾക്കാർക്ക് അവരുടെ ഉദ്ദേശങ്ങൾ റാഹത്തായിട്ട് ബഹുമാനപ്പെട്ടവരുടെ സിയാറത്ത് ബർക്കത്തുകൊണ്ട് സാധിപ്പിച്ചു കിട്ടിയ എത്രയോ ചരിത്രങ്ങൾ സംഭവങ്ങളൊക്കെയും അനുഭവത്തിൽ ഉള്ളതോടുകൂടെ ബഹുമാനപ്പെട്ടവർ നല്ല റാഹത്തോടുകൂടെ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ സിയാറത്ത് ചെയ്യാണ്. അങ്ങനെ സിയാറത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ ഖുർആൻ ധാരാളം അവിടെ ഓതി. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഹൂദ് സൂറത്ത് അവിടെ ഇരുന്ന് ആ മക്ബറിൽ ഇരുന്ന് ഇങ്ങനെ ഓതുകയാണ്. അങ്ങനെ ഓതുന്ന കൂട്ടത്തിൽ ഹൂദ് സൂറത്തിൽ ഒരു സ്ഥലത്ത് ഫമിൻഹും ശഖിയ്യുൻ വസഈദ്, ആ ഖബറാലികളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ മരണപ്പെട്ടവരുടെ കൂട്ടത്തിൽ പരാജിതരുമുണ്ട് വിജയിച്ചവരുമുണ്ടെന്ന് സൂചിപ്പിക്കുന്നൊരു ആയത്ത് ബഹുമാനപ്പെട്ടവർ ആ ഹൂദ് സൂറത്തിൽ ഇങ്ങനെ ഓതുകയാണ്. അത്ഭുതം എന്ന രീതിയിൽ അൽ കമാൽ ഇബ്നു ഹുമാം റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅജാബഹു മിനൽ ഖബ്രി ബിസൗത്തിൻ ആൽ, ഞാനിങ്ങനെ ഓതുമ്പോഴേക്ക് ആ ഖബർ ഷരീഫിൽ നിന്ന് ഒരു ശബ്ദം ഞങ്ങളിലേക്ക് കേൾക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയാണ്, യാ കമാൽ, ഈ ഓതിയ ആളെ പേര് വിളിച്ചുകൊണ്ട് ആ ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്, ലൈസ ഫീനാ ശഖിയ്യുൻ, നമ്മൾ പരാജിതരല്ല, നമ്മുടെ കൂട്ടത്തിൽ ആരും പരാജിതരില്ല, നമ്മൾ വിജയിച്ചവനാണ് എന്നുള്ള വലിയൊരു സൂചന, വലിയൊരു സന്തോഷ വാർത്ത ബഹുമാനപ്പെട്ടവരെ ഖബർ ഷരീഫിൽ നിന്ന് ബഹുമാനപ്പെട്ടവർക്ക് കേൾക്കാൻ സാധിച്ചു എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു സംഭവമാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔലിയാക്കന്മാർക്ക്, അവൻ്റെ ആരിഫീങ്ങൾക്ക് അവർ മരണപ്പെട്ടതിൻ്റെ ശേഷവും അവർ ഹയാത്തുള്ളവരാണ് എന്നതിനുള്ള സൂചനയാണ്. അവർ ദുനിയാവിൽ വളരെ കഷ്ടപ്പെട്ട് വളരെ ത്യാഗങ്ങൾ സഹിച്ച് റബ്ബിന് വേണ്ടി മാത്രം ജീവിച്ചതിൻ്റെ പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മരണത്തിൻ്റെ ശേഷം അല്ലാഹു വലിയ വിജയം നൽകുകയാണ്. അവർക്ക് മരണപ്പെട്ടതിൻ്റെ ശേഷം അവരുടെ ഫവറുകൾ കൂടുകയാണ്, കുറയുകയല്ല. അതേ സമയത്ത് അല്ലാഹുവിനെ ധിക്കരിച്ചവർ, അവർക്ക് ഒരു വിജയം അവിടെയില്ല. അല്ലാഹു വിജയിപ്പിച്ചവരുടെ ജീവിതം അത് നാം ഊഹിച്ചതുപോലെയല്ല, നാം മനസ്സിലാക്കിയതുപോലെയല്ല. അവർ മരണപ്പെട്ടാൽ അവിടെ മരണപ്പെട്ടു പോയി, പിന്നെ അവരെ ഭാഗത്തുനിന്നും ഒന്നും നടക്കില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതേ നല്ല ഈമാനുണ്ടെങ്കിൽ, നല്ല യഖീനുണ്ടെങ്കിൽ, അതേ മഹാന്മാരുമായി ബന്ധപ്പെട്ടാൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ തീർച്ചയായും കിട്ടും എന്നതിൽ യാതൊരു സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔലിയാക്കന്മാർക്ക്, അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് അവർ മരണപ്പെട്ടതിന് ശേഷം ഒന്നും കൂടി അവരുടെ കഴിവുകൾ, അവരുടെ ഫവറുകൾ, അവരുടെ ദറജകൾ അല്ലാഹു ഏറ്റുകയാണ്. അതോടുകൂടെ ആ മഹാന്മാർ, അവർ സ്നേഹിച്ചവർ, അവരെ മുഹിബ്ബീങ്ങൾ, അവർ വേണ്ടതുപോലെ അവർ സഹായ സഹകരണങ്ങളൊക്കെയും ചെയ്യും. തീർച്ചയാണ്. അതാണ് നോക്ക്, നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു സൂചന ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ ആ ഖബർ ഷരീഫിൽ നിന്ന് ബഹുമാനപ്പെട്ട കമാൽ ഇബ്നു ഹുമാം റളിയല്ലാഹു അൻഹു ആ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കുകയാണ്. ഇത് വലിയൊരു സൂചനയല്ലേ? അതേ, മഹാന്മാർ ഒരിക്കലും മരിക്കുകയില്ല, അവരെന്നും ജീവിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം അവൻ നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.